ചുരൽമല പുനരധിവാസത്തിനായി വീടുകൾ വാഗ്ദാനം ചെയ്തവരുടെ യോഗങ്ങൾ വിളിച്ച് മുഖ്യമന്ത്രി. യോഗം വിളിച്ചിരിക്കുന്നത് ഈ മാസം 30-നും അടുത്ത മാസം 1-നുമായാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടയിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. രാജ്യത്തെ തന്നെ നടുക്കിയ വയനാട് ദുരന്തമുണ്ടായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. കേന്ദ്രം സഹായിക്കുന്നില്ലെന്ന പതിവ് പല്ലവിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവർത്തിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ആദ്യം നൽകിയ 145 കോടി പോലും ഉപയോഗിച്ചതിന്റെ കണക്കുകൾ നൽകാതെയാണ് സംസ്ഥാന സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ. സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരവും 600 കോടി രൂപയ്ക്ക് മുകളിൽ ശേഷിക്കുന്നുണ്ട്. തുടർന്നും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയിരുന്നു. കൃത്യമായ കണക്കുകൾ നൽകാത്തതിനെയും കോടതി വിമർശിച്ചു. ഇതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് പുനരധിവാസത്തിനായി യോഗം വിളിച്ചത്. ഈ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് വീട് നൽകാൻ സന്നദ്ധരായവരുടെ യോഗം മുഖ്യമന്ത്രി വിളിക്കുന്നത്. ഈ മാസം 30-ന് ആദ്യ യോഗം ചേരും. തുടർന്ന് ജനുവരി 1-നാണ് അടുത്ത യോഗം ചേരുക. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. വീട് നൽകാൻ തയ്യാറാണെന്ന വിവിധ സംഘടനകൾ ഉൾപ്പെടെ 38ഓളം പേരാണ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ സർക്കാരിലേക്ക് നേരിട്ട് പണം വരാത്തതിനാൽ കാര്യമായ താല്പര്യം ആരും കാണിച്ചിരുന്നില്ല. കർണാടക സർക്കാർ ഇതിൽ കേരളത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. വിഷയം ഹൈക്കോടതിയിലും എത്തുന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ തിരക്കിട്ട നീക്കം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.